മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ വളരെ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 1-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെയും നോക്കുമ്പോൾ അവിടെ ലെഗ്യോൻ എന്ന ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് കാണുന്നത്. ഒരു ഭൂതമല്ല, ലെഗ്യോൻ എന്ന് പറയുമ്പോൾ 5000 പേരാണ്. ഒരു മനുഷ്യനെ ഇത്ര 1000 ഭൂതങ്ങൾ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം അധപ്പതിച്ചിരിക്കാം, തകർന്നു പോയിരിക്കാം എന്നോർക്കുക. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുവാനായി യേശുക്രിസ്തു ഗദരാദേശത്തേക്ക് പോയി. ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുവാനായിട്ട് യേശുക്രിസ്തു താൻ ആയിരുന്നതായ ആ സ്ഥലം വിട്ടിട്ട് മറ്റൊരു പ്രദേശത്തേക്ക്, ഗദരദേശത്തേക്ക് പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ലെഗ്യോൻ ബാധിച്ചതായ ആ മനുഷ്യന് ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്തു, തൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. അതുമാത്രമല്ല, തൻ്റെ സാക്ഷിയായിട്ട് മാറ്റിയെടുത്തു. ആദ്യത്തെ 2-3 വാക്യങ്ങൾ നോക്കിയാൽ അവൻ്റെ ദുസ്ഥിതി നമുക്ക് കാണാൻ കഴിയും. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. വായിക്കുകയാണ്. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്നും ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ഇതായിരുന്നു അവൻ്റെ സ്ഥിതി. അങ്ങനെയുള്ള ഒരുവനെയും എൻ്റെ കർത്താവ് സ്നേഹിച്ചു. അശുദ്ധാത്മാവ് പിടിച്ച ആ മനുഷ്യൻ, ആർക്കും അവനെ അടക്കുവാൻ കഴിയാത്തവൻ, അവൻ നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നവൻ, അർദ്ധനഗ്നനായി നടന്നവൻ, യാതൊരു ഗതിയുമില്ലാതെ കല്ലറകളിൽ കൂടി അലഞ്ഞവൻ, ആരോഗ്യത്തെ നശിപ്പിച്ചു കളഞ്ഞവൻ, അനാഥനായി മാറിയവൻ. അങ്ങനെയുള്ള ഈ മനുഷ്യനെയും യേശു സൗഖ്യപ്പെടുത്തേണ്ടതിനു വേണ്ടി താനായിരുന്ന ഇടത്തുനിന്നും സമുദ്രം കടന്ന് ഒരുവന് വേണ്ടി അവിടേക്ക് പോയി. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? എൻ്റെ ജീവിതത്തിലും അശുദ്ധിയെ എനിക്ക് നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആരോഗ്യം നശിച്ചു പോകുന്നു. ഈ സങ്കടം സഹിക്കവയ്യാതെ ബഹളം വയ്ക്കുന്നു, നിലവിളിക്കുന്നു. ഭാര്യയെ വേദനിപ്പിക്കുന്നു, ഭർത്താവിനെ വേദനിപ്പിക്കുന്നു. അതുപോലെ മക്കളുടെ സമാധാനവും കെടുത്തുന്നു. അതുമാത്രമല്ല, അശുദ്ധാത്മാവ് എന്നെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടെൻ്റെ കണ്ണുകളിൽ അശുദ്ധിയാണ്, എൻ്റെ ശരീരത്തിൽ അശുദ്ധിയാണ്, എൻ്റെ പ്രവൃത്തികളിൽ അശുദ്ധമായ രീതികളാണുള്ളത്, ശീലങ്ങളും. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിന്നെ ഒരുവനെ ദൈവം മാറ്റിയെടുക്കുവാൻ ഒരുക്കമായിരിക്കുന്നു. നിന്നെ ഒരുവനെ അവൻ പ്രാണനെപ്പോലെ സ്നേഹിച്ച് ശുദ്ധീകരിക്കുവാനായിട്ട് യേശുക്രിസ്തു ഇഷ്ടപ്പെടുകയാണ്. അവസാനം എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ആ ഭൂതഗ്രസ്തൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെട്ടു പോകാനിടയായി. അതിനുശേഷം 18-ാം വാക്യം, അവൻ പടക് ഏറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അശുദ്ധാത്മാവ് ബാധിച്ച ആ മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തി മാറ്റിയെടുത്തു. സൗഖ്യം പ്രാപിച്ചവൻ എന്താണ് പറയുന്നത്? കർത്താവ്, ഞാൻ നിന്റെ കൂടെ വരികയാണ്, ഞാൻ നിന്റെ കൂടെ പാർക്കാം. കർത്താവ് എന്താണ് പറഞ്ഞത്? നീ എന്നോടൊപ്പം പോരുകയാണെങ്കിൽ, ആയിരിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബം എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്?
നീ വിടുവിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നീ പോയിട്ട് നിന്റെ കുടുംബത്തെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയാണോ നിന്നോട് കരുണ കാണിച്ച് നിന്നെ രക്ഷിച്ചത്, അങ്ങനെ രക്ഷിച്ചതിനെക്കുറിച്ച് നിന്റെ വീട്ടുകാരോട് പറയുക. അവരും രക്ഷിക്കപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? നീ ഒരുവൻ മാത്രം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മതിയാകില്ല സഹോദര സഹോദരി. നിന്റെ വീട്ടിലുള്ള സകല വ്യക്തികളും രക്ഷിക്കപ്പെടണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിശ്ചയമായും ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, എൻ്റെ വീട്ടിൽ സകല വ്യക്തികളും രക്ഷിക്കപ്പെടണം. എൻ്റെ മാതാവിനെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, പിതാവിനെ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും കുടുംബത്തിലെ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതുതന്നെയാണ് യേശുക്രിസ്തു അന്ന് പറഞ്ഞത്: നീ എന്നോടൊപ്പം പോയിരിക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താകും? അതുകൊണ്ട് കുടുംബത്തിൽ ചെന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ പറയുക, അവരുടെ മുൻപിൽ സാക്ഷിയായി ജീവിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കേവലം അവൻ്റെ കുടുംബത്തിൽ മാത്രമായിരുന്നില്ല സാക്ഷിയായിട്ട് ജീവിച്ചത്. ദെക്കപ്പൊലി എന്ന് പറയുമ്പോൾ 10 പട്ടണങ്ങൾ ഉള്ളതായ ഒരു ഏരിയയാണ്. ഒരു കാലത്ത് ഒരേ സംസ്ഥാനമായിരുന്ന നമ്മുടെ തെലുങ്ക് സംസ്ഥാനത്തിന് 3 റീജിയൻസ് ഉണ്ടായിരുന്നു: തെലങ്കാന റീജിയൻ, ആന്ധ്ര, റായൽസീമ. ഒരേ റീജിയനിൽ തന്നെ എത്രയോ പട്ടണങ്ങളുണ്ട്. തെലങ്കാന റീജിയനിൽ തന്നെ ഹൈദരാബാദ് ആകട്ടെ, സെക്കന്ദരാബാദ് ആകട്ടെ, മഹബൂബ് നഗർ ആകട്ടെ, കരീംനഗർ ആകട്ടെ, ആദിലാബാദ് ആകട്ടെ, മെദക്കാകട്ടെ, സംഗാറെഡ്ഡി ആകട്ടെ, വാറങ്കൽ ആകട്ടെ, ഖമ്മമാകട്ടെ, നല്ലഗുണ്ടയാകട്ടെ, ഇങ്ങനെ അനേകം പട്ടണങ്ങളുണ്ട്. ഈ പട്ടണങ്ങളെയെല്ലാം തന്നെ ഒരു കാലത്ത് തെലങ്കാന, അവിടെ നന്ദ്യാല, കർണൂല്, കടപ്പ, അനന്തപൂർ ഇവയെല്ലാം ചേർത്ത് എന്താണ് പറഞ്ഞത്? റായൽസീമ. പിന്നെ വൈശാഖ്, കാക്കനാട്, വിജയവാഡ, നെല്ലൂര്, ഈ പട്ടണങ്ങളെല്ലാം ചേർത്ത് എന്താണ് വിളിച്ചത്? ആന്ധ്ര എന്ന് വിളിച്ചു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് ഒരു 10 പട്ടണത്തിൻ്റെ കൂട്ടത്തെ ചേർത്താണ് ഇവിടെ ദക്കപ്പൊലി എന്ന് പറയുന്നത്. അതായത് അന്ന് സൗഖ്യം പ്രാപിച്ചതായ മനുഷ്യൻ തൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഭവനത്തിലുള്ളവരുടെ മുൻപിൽ മാത്രമായിരുന്നില്ല കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷീകരിച്ചത്, മറിച്ച് താൻ പോയിട്ട് ഒരു ദേശത്തുള്ള സകല വ്യക്തികളോടും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയിച്ചു. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർ സൗഖ്യം പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കരമുയർത്തും. നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനാൽ നീ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നിന്റെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? നിന്റെ മക്കളെ രക്ഷിച്ചെടുക്കേണ്ടതല്ലേ? നിന്റെ ബന്ധുക്കളെ രക്ഷിച്ചെടുക്കേണ്ടതല്ലേ? അവിടെയല്ലേ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് സഹോദര സഹോദരി, നമ്മൾ മറക്കരുത്, ദൈവം നിന്നെ വിടുവിച്ചെടുക്കുമ്പോൾ നിനക്ക് മാത്രം വിടുതൽ ലഭിക്കുവാനല്ല, അനേകം ആളുകളെയും വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ്. ഈ വാസ്തവത്തെ നീ മറക്കാതെ നീ ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിച്ചാൽ എത്ര നല്ലതാണ്. ഒരു നിമിഷം ചിന്തിക്കുക, മുൻപോട്ട് പോകാം. അവൻ ലഘുവൻ ബാധിച്ചതായ മനുഷ്യന് സൗഖ്യം കൊടുത്തതിന് ശേഷം തിരികെ വന്നു എന്ന് പറയുമ്പോൾ ഗലീലിയ ദേശത്തേക്ക് തന്നെ മടങ്ങി വരുവാനിടയായി. ഗലീലിയ പ്രദേശത്ത് പ്രധാനമായിട്ടും കഫർനഹൂം എന്ന് പറയുമ്പോൾ അത് ദൈവവേലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. താൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ചെയ്തതായ സ്ഥലമാണ് ഗലീലയുടെ സമുദ്ര തീരം. അവിടേക്ക് അദ്ദേഹം മടങ്ങി വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ അരികിലേക്ക് ഒരു പള്ളിപ്രമാണി കടന്നു വരാനിടയായി. അതായത് ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ ഒരു വീടാണ്. അതിൽ യഹൂദനായിരുന്നതായ ഒരു പള്ളിപ്രമാണി, യായിറോസ് എന്ന് വിളിക്കുന്നതായ ഒരു വ്യക്തി യേശു വന്നു എന്നറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വരാനിടയായി. വാസ്തവത്തിൽ അന്ന് പള്ളിപ്രമാണിമാരാകട്ടെ, അതുപോലെ തന്നെ മഹാപുരോഹിതന്മാരായിക്കൊള്ളട്ടെ, ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാരാകട്ടെ, പരീശന്മാരായിക്കൊള്ളട്ടെ, യേശുവിനെ അവർ തള്ളിക്കളഞ്ഞിരുന്നു. അവനാണ് മശിഹയെന്നും അവനാണ് ലോകരക്ഷകനെന്നും അംഗീകരിക്കാതെ യേശുവിനെ അവർ തള്ളിക്കളയുവാനിടയായി. കാരണം അവർ അന്ന് വഴിതെറ്റിയവരായിരുന്നു. ദൈവത്തിൻ്റെ ഹിതത്തെ അവർ കൈക്കൊള്ളാനിടയായില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങളെ അവർ തെറ്റിദ്ധരിക്കുവാനിടയായി. യേശു ക്രിസ്തു ഒരുപാട് പേരെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് വചനം പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഓടിവരുന്നു എന്ന് പറഞ്ഞ് എവിടേക്ക് തിരിഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടും അവൻ പോകുന്നിടത്തൊക്കെയും ജനം സമുദ്രമായി ഒഴുകി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആ ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് അസൂയ കൊണ്ട് നിറയപ്പെട്ടതായ ഈ ആലയത്തിലെ അധികാരികളായ ആളുകൾ യേശുവിനെതിരെ തിരിയാനിടയായി.
എന്നാൽ വാസ്തവത്തിൽ ഈ യായിറോസ് അദ്ദേഹം പള്ളിപ്രമാണി ആകൊണ്ട് വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ എതിർക്കേണ്ടത് ആണ്. എന്നാൽ ആരാണോ യേശുക്രിസ്തുവിനെ എതിർക്കുന്നത് അവർ ഒരു വ്യക്തിയെപ്പോലും സൗഖ്യമാക്കിയിട്ടില്ല. അവരിൽ ആരും തന്നെ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ടില്ല. അവർ ആരും തന്നെ ഒരുവനെപ്പോലും രക്ഷിച്ചിട്ടില്ല, ആരുടെ പ്രശ്നങ്ങളും മാറ്റിയിട്ടില്ല. എന്നാൽ ആളുകളെ രക്ഷിക്കുവാൻ കഴിയുന്ന, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്നവനായ കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്നപ്പോൾ അവനെ എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരെ നോക്കി പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല, പോകുന്ന ആളുകളെ അനുവദിക്കുകയുമില്ല. അതാണ് നിങ്ങളുടെ രീതി, നിങ്ങളുടെ സ്വഭാവം. യേശു ഉറപ്പിച്ച് പറഞ്ഞു. യായിറോസിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആരൊക്കെയാണോ പരീശന്മാരായിരിക്കുന്നത് അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരായിരിക്കുന്നത്, ഈ പരീശന്മാരും സദൂക്യരും ഇവരെല്ലാവരും തന്നെ ഇവിടെ രക്ഷകനായിട്ട് ജനിച്ച് ആളുകൾക്ക് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ തടയുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ എൻ്റെ മകൾ ഗുരുതര രോഗം ബാധിച്ച് കിടക്കുകയാണ്, ആർക്കെങ്കിലും അവളെ സൗഖ്യമാക്കുവാൻ കഴിയുമോ? ഇവരുടെ ഉപദേശങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? കഴിയുകയില്ല. എന്നാൽ സൗഖ്യം കൊടുക്കുന്ന യേശുവിനെ അവർ തടയുന്നു. സത്യോപദേശം നടത്തുന്ന യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നില്ല. എന്നാൽ ഇവർക്ക് ജനത്തെ ഉദ്ധരിക്കാൻ കഴിയുന്നുണ്ടോ? അതും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ പള്ളിപ്രമാണിയായിരിക്കുന്ന യായിറോസിന്റെ മനസ്സിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ശക്തിയില്ലാത്ത ഈ ഉപദേശങ്ങൾ നടത്തുന്ന ഇവരെക്കാൾ ശക്തമായി ശുശ്രൂഷ ചെയ്തു കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളാണ് വലിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചു കൊള്ളട്ടെ, ഒരുപക്ഷെ എന്നെ അവർ മാറ്റി നിർത്തിയേക്കാം, എൻ്റെ പദവികളൊക്കെ തിരിച്ചെടുത്തേക്കാം. എന്നാൽ യാതൊരു ശക്തിയും ബലവും ഇല്ലാത്തതായ പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ നടുവിൽ ഞാൻ നിന്നിട്ട് എൻ്റെ കഷ്ടതയെ മാറ്റുവാൻ കഴിയുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാനായി കഴിയുന്നില്ല. അങ്ങനെ ഇവരുടെ കൂടെ പോയാൽ എന്താണ് നേട്ടമുള്ളത്? ഇന്നെനിക്ക് വേണ്ടിയിരിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതായ യേശുവിനെയാണ്. എനിക്ക് വേണ്ടിയിരിക്കുന്നത് എൻ്റെ മകളുടെ രോഗത്തെ എടുത്തു മാറ്റാൻ കഴിയുന്ന യേശുവിനെയാണ്. എനിക്ക് വേണ്ടത് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചുകൊണ്ട് സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന സ്വർഗീയ പിതാവിനെ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നുവന്നു. യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ടു കാൽക്കൽ വീഴാനിടയായി. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണം എന്ന് വളരെ അപേക്ഷിച്ചു. നിനക്കാകട്ടെ നിന്റെ കുടുംബത്തിനാകട്ടെ രക്ഷ വേണമെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് നിന്റെ വീട്ടിലേക്ക് വരണം. വീണ്ടും പറയട്ടെ, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരണം. നിന്റെ ഹൃദയത്തിൽ യേശു കടന്നു വന്നാൽ നിന്റെ വീട്ടിലേക്ക് യേശു കടന്നു വരും. ഹൃദയത്തിൽ യേശുവില്ലാതെ നിന്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് നിന്റെ ശരീരത്തിലുള്ളതായ മന്ദിരം ഏതാണ് പറയുക? നിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ യേശു ഉണ്ടായിരിക്കണം. ആ ഹൃദയം ആകുന്നതായ മുറിയിൽ യേശു ഉണ്ട് എങ്കിൽ നിന്റെ ജീവിതം പ്രകാശിക്കപ്പെടും. അതുകൊണ്ട് ആ ദിവസം യായിറോസ് വന്ന് പറയുകയാണ്, എൻ്റെ മകൾക്ക് വിടുതൽ ലഭിക്കുവാനായി യേശു വരണം. അപ്പോൾ യേശു പറഞ്ഞു, ശരി, ഞാൻ വരാം. നമ്മളിൽ ആരാണെങ്കിലും ശരി, കർത്താവ് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, എൻ്റെ കുടുംബം നന്നാകുവാനായിട്ട്, എൻ്റെ ജീവിതം രക്ഷപ്പെടേണ്ടതിനു വേണ്ടി നീ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചാൽ എൻ്റെ കർത്താവ് നിശ്ചയമായിട്ടും നിന്നോടൊപ്പം നിന്റെ ഭവനത്തിലേക്ക് വരും. അന്ന് യായിറോസ് വിളിച്ചപ്പോൾ യേശു മടി കാണിച്ചില്ല. വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അത് കേട്ട് യായിറോസിൻ്റെ വീട്ടിലേക്ക് യേശു കടന്നുപോയി. യായിറോസിനോടൊപ്പം യേശു കർത്താവ് കടന്നുപോകുകയാണ്. യായിറോസിൻ്റെ ഹൃദയം വളരെ വേഗത്തിലിടിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ യായിറോസിൻ്റെ മകൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അത്യാസന്ന നിലയിലായിരിക്കുന്നത് കണ്ടിട്ടാണ് വരുന്നത്. യായിറോസിൻ്റെ ഉള്ളിലെ ഭയം എന്താണെന്ന് വെച്ചാൽ, യേശുവിനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ എൻ്റെ മകൾ മരിച്ചു പോയേക്കുമോ?
എന്ന വളരെ ഭയത്തോടുകൂടി ആശങ്കയോടുകൂടിയാണ് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടിവന്ന് പറയുന്നത്, യേശുവേ, എൻ്റെ മകൾ മരിപ്പാറായിരിക്കുന്നു, വേഗം എൻ്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് താമസിപ്പിച്ചില്ല. എൻ്റെ കർത്താവ് അത്യാവശ്യ ഘട്ടത്തിൽ താമസിച്ചു വരുന്ന ഒരു വ്യക്തി അല്ല. പ്രാർത്ഥനയുടെ മറുപടിക്ക് എന്തെങ്കിലും താമസം നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു അർത്ഥമുണ്ട്. എൻ്റെ ദൈവം ഒരിക്കലും ഒരു കാരണവുമില്ലാതെ താമസിപ്പിക്കുന്ന ദൈവം അല്ല. അത്യാവശ്യമായ ഘട്ടങ്ങളിൽ നിന്നേക്കാൾ ഒരു ചുവട് മുൻപിൽ പോകുന്നവനാണ്, അല്ലാതെ നിനക്ക് പിന്നിലായി താമസിച്ചു വരുന്നവനല്ല യേശു. മനസ്സിലാക്കുക, യേശു കർത്താവ് അവൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവനോടൊപ്പം പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് താൻ ആരുടെ പ്രശ്നം തീർക്കാനായിട്ടാണ് പോകുന്നത്? ഒരു പള്ളിപ്രമാണിയുടെ ചെറിയ മകൾ. അവളുടെ പ്രായം എത്രയാണ്? 12 വയസ്സാണ്. പള്ളിപ്രമാണിയുടെ മകൾ. അവൾക്ക് വിടുതൽ കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കടന്നു പോകുന്നത്. അങ്ങനെ യേശു കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു അനാഥ തൻ്റെ പ്രശ്നവുമായിട്ട് വരികയാണ്. അവളുടെ പേരറിയില്ല. പേരവിടെ എഴുതിയിട്ടുണ്ടോ? രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. പേര് പോലും അവിടെ എഴുതിയിട്ടില്ല. ആരാലും അറിയപ്പെടാതെ കിടക്കുന്നവൾ. ഈ അധികാരിക്കൊരു പേരുണ്ട്, എന്നാൽ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിർഭാഗ്യവതിയായ സ്ത്രീയുടെ പേര് മാത്രം എഴുതിയിട്ടില്ല. ആരാലും അറിയപ്പെടാത്ത ഒരു സ്ത്രീ. അവൾ രോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് തനിക്കുണ്ടായിരിക്കുന്നതായ പ്രശ്നം എന്താണ്? അത് തീവ്രമായുള്ള ഒരു പ്രശ്നമാണ്. 2, താങ്ങുവാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ്. 3, അവസാനിക്കാത്ത പ്രശ്നമാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? തീവ്രമായൊരു പ്രശ്നത്താൽ ഞാൻ ഭാരപ്പെടുന്നുവെന്ന് പറയുന്നവർ, സഹിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്, ഈ പ്രശ്നം എനിക്ക് താങ്ങുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ. ചില ആളുകൾക്ക് ശരീരത്തിലുണ്ടാകുന്നതായ രോഗം അത് താങ്ങാൻ കഴിയാത്ത രോഗമായിരിക്കാം. അതുപോലെ അനുഭവിക്കുന്ന മറ്റെന്ത് പ്രശ്നമാണെങ്കിലും താങ്ങാൻ കഴിയാത്ത പ്രശ്നമാണ്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, കടഭാരം താങ്ങാൻ കഴിയുന്നില്ലായിരിക്കാം. അതുപോലെ ചില ആളുകൾക്ക് ഒരു വീട്ടിലെ മരുമകൾ ഉണ്ടാക്കി വെക്കുന്ന പലവിധ പ്രശ്നങ്ങൾ അമ്മായിയമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മായിയമ്മ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ മരുമകൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഭർത്താവ് ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. ഭാര്യ ഉണ്ടാക്കി വെക്കുന്നതായ പ്രശ്നങ്ങൾ ഭർത്താവിന് സഹിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. പെറ്റ് വളർത്തി വലുതാക്കിയതിന് ശേഷം ആ മക്കൾ അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത്, വകവയ്ക്കാതെ ഇഷ്ടമുള്ളതുപോലെ നടക്കുന്ന സമയത്ത്, അമ്മയെയോ അപ്പനെയോ ഒന്നും കേൾക്കാതെ വീട്ടിൽ വരാതെ ഇഷ്ടമുള്ളതുപോലെ നടക്കുന്ന സമയത്ത് ഇത് കാണുന്നതായ മാതാപിതാക്കളുടെ ഹൃദയം വളരെ വേദനിക്കാനിടയാകും. അല്ലെങ്കിൽ ജോലിയില്ലാത്ത ഒരു പ്രശ്നം താങ്ങാൻ കഴിയാത്ത പ്രശ്നമാണ്. വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ല എങ്കിൽ അത് താങ്ങാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നം ഏതാണ്? അന്ന് ആ സഹോദരിയുടെ ജീവിതത്തിൽ 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമല്ല, 12 സംവത്സരമായിട്ട് രക്തസ്രാവമാണ്. സാധാരണമായിട്ടൊരു സ്ത്രീക്ക് 3-4 ദിവസം രക്തസ്രാവം ഉണ്ടായാൽ പോലും അവളുടെ ശരീരം ക്ഷീണിച്ചു പോകും. ആ സാഹചര്യത്തിൽ കൂടി പോകുന്ന വ്യക്തികൾക്ക് അറിയാവുന്നതാണ്. ചില ആളുകൾക്ക് തീവ്രമായ രക്തസ്രാവം ഉണ്ടാകാനിടയുണ്ട്. അവർ എത്ര വലിയ വേദനയിൽ കൂടി കഷ്ടതയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ 1 മാസമല്ല, 2 മാസമല്ല, അല്ലെങ്കിൽ 6 മാസമല്ല, 1 വർഷമല്ല, എത്ര തീവ്രമായ പ്രശ്നമാണെന്ന് ആലോചിക്കുക. തൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്നതായ രക്തം തൻ്റെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ക്ഷീണിച്ച് ശോഷിച്ചു പോയിരിക്കാം ചിന്തിക്കുക. തീവ്രമായ ഒരു പ്രശ്നം, പരിഹരിക്കാൻ കഴിയാത്തതായ ഒരു പ്രശ്നം, താങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നം, അവസാനിക്കാത്ത ഒരു പ്രശ്നം. ആ കാലത്ത് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല. അവൾ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു. നിങ്ങളിൽ ഗ്രാമങ്ങളിൽ വളർന്നതായ ആളുകൾ എത്ര പേരുണ്ടോ എന്ന് കരമുയർത്താമോ? റൈറ്റ്, ഞാൻ ഗ്രാമത്തിലാണ് വളർന്നത്. നമുക്കറിയാം, ആരെങ്കിലും ഒരു സ്ത്രീ രക്തസ്രാവമുള്ളവളാണെങ്കിൽ ഒരു പായിട്ട് അവിടെ ഒരു മൂലയ്ക്കിരുത്തുമായിരുന്നു. അനങ്ങാതെ അവിടെ ഇരിക്കാൻ വേണ്ടി പറയുമായിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള കാര്യം പരിചയമുണ്ട്? എന്തുകൊണ്ടെന്നാൽ അവളെ തൊടുവാൻ പാടില്ല, അകറ്റി നിർത്തുക പതിവായിരുന്നു. അത് നമ്മൾ കണ്ടതായ ദൃശ്യങ്ങളാണ്. എന്നാൽ അന്നത്തെ കാലത്താണെങ്കിൽ പൂർണ്ണമായി മാറ്റി നിർത്തുമായിരുന്നു. തീവ്രമായ രക്തസ്രാവമുള്ള സ്ത്രീ മനുഷ്യരുടെ നടുവിലേക്ക് വരുവാൻ പാടില്ലെന്ന് പറയും. തീവ്രമായ രക്തസ്രാവം ബാധിച്ചതായ ഒരു സ്ത്രീയെന്ന്
മനുഷ്യരെ വിട്ട് അകന്നു നിൽക്കണം, മാറി നിൽക്കേണ്ടതായിരുന്നു. അവരോട് കൂടെ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ചില സന്ദർഭങ്ങളിൽ തീവ്രമായ രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ പുറത്താക്കിയവളായിട്ട് കാണുമായിരുന്നു. മാറാവ്യാധി പോലെ കാണുമായിരുന്നു. രണ്ടാമത് തനിക്കുണ്ടായിരിക്കുന്ന രോഗം പുറത്തു പറയാൻ കഴിയാത്ത രോഗമാണ്. ചില രോഗങ്ങൾ പുറത്തു പറയാൻ കഴിയും, മറ്റത് പറയാൻ കഴിയുകയില്ല. ഒരു ദിവസം ഒരു സഹോദരൻ വന്ന് എൻ്റെ അരികിൽ വന്നിട്ട് വിറയ്ക്കുകയാണ്, വളരെ ക്ഷീണിച്ച് വിറയ്ക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് മകനെ നിന്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് നീ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ശരീരം വിയർത്ത് കുളിക്കുന്നത്? കാരണമെന്താണ്? അവൻ പറയുകയാണ്, ബ്രദർ, എൻ്റെ പ്രശ്നത്തെ എനിക്ക് ആരോടും പറയുവാൻ പോലും കഴിയില്ല. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെ പറയാൻ കഴിയാത്ത പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ? സാധാരണമായിട്ട് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ കുറച്ച് ആശ്വാസം ലഭിക്കാനിടയാകും. ആ പ്രശ്നം കാരണം നിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ഭാരത്തിന് വലിയ കുറവ്, ആശ്വാസം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ പങ്കുവയ്ക്കാൻ ചിലരെ വേണം. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന നല്ല മനസ്സുള്ള ആളുകളുണ്ടാകണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, ഒരാളുടെ ഭാരം മറ്റൊരാൾ വഹിക്കുക, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടായിരിക്കുന്നതായ ദുഃഖവും ഭാരവും ആകുലതയും ഒക്കെ പങ്കുവയ്ക്കുവാനായിട്ട് നല്ലൊരു ആത്മീയതയുള്ള പുരുഷനോ സ്ത്രീയോ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഭാരം നീ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടെങ്കിലും അത് പങ്കുവയ്ക്കുവാൻ കഴിയുകയാണെങ്കിൽ അല്പം ശമനം ലഭിക്കും. അങ്ങനെ ഭാരം പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇത് മറക്കരുത്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവിശ്വാസം ഒരിക്കലും ഞങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ലപ്പാ. ഞങ്ങളിലെ അവിശ്വാസത്തെ നീ എടുത്തു മാറ്റണമേ. ഇപ്പോഴെന്താണോ കൈവിട്ടു പോകുന്നുവെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നത്, അത് നിന്റെ കരങ്ങളിൽ തന്നെയാണുള്ളത്. അതൊരിക്കലും കൈവിടപ്പെട്ടു പോകില്ല, അതെവിടേക്കും പോകില്ല. അത് നിന്റെ കൈകളിൽ തന്നെ ഉണ്ട്. നിന്റെ കൈകളിലിരിക്കുന്നതിനെ ആർക്കും തൊടുവാൻ കഴിയില്ല. നിന്റെ കയ്യിലിരിക്കുന്നതിനെ ആർക്കും കവരുവാൻ കഴിയില്ല, ടച്ച് ചെയ്യാൻ കഴിയില്ല. കർത്താവേ, ഞങ്ങളുടെ ജീവിതം നിന്റെ കരങ്ങളിലാണ്. ഞങ്ങളുടെ കുടുംബം നിന്റെ കരങ്ങളിലാണ്. നീ ഞങ്ങളുടെ ശരീരത്ത് സൗഖ്യം നൽകാൻ പോകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ രക്ഷയുടെ പ്രവൃത്തിയെ കാണിക്കുവാൻ പോവുകയാണ്. രക്ഷിക്കപ്പെടാത്ത ഭർത്താവും രക്ഷിക്കപ്പെടാത്ത ഭാര്യയും അതുപോലെ മക്കളും രക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്. അതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്, അതോർത്ത് നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങൾ നന്നായിരിക്കണം, ഞങ്ങളുടെ കുടുംബം ഭദ്രമായിരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പൊന്നുപോലുള്ള ഭാവിയെ ദൈവമേ നീ കൊടുക്കണമേ. നീ മനസ്സലിയണമേ. നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.